ആലുവ എടത്തല ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച ഫിറ്റ്നസ് ഫുട്ബോൾ ടൂർണമെന്റ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഹർഷൻ PR ഉദ്ഘാടനം ചെയ്തു. 22ഓളം ഫുട്ബോൾ താരങ്ങളാണ് ടൂർണമെന്റിൽ അണിനിരന്നത്. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കളിക്കാർക്കും ഡോക്ടർ M അബ്ബാസ് ട്രോഫികൾ സമ്മാനിച്ചു. ആലുവ നജാത്ത് ആശുപത്രിയും എടത്തല ഡിഫൻഡേഴ്സ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായാണ് എടത്തല പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഫിറ്റ്നസ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിയത്. ഫുട്ബോൾ കളിക്കിടയിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ലിഗ്മെന്റ് സർജറി കഴിഞ്ഞ് 8 മാസം തികഞ്ഞവർക്കായി നടത്തിയ ഫിറ്റ്നസ് ടൂർണമെന്റ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഹർഷൻ PR ഉദ്ഘാടനം ചെയ്തു. ഇത്തരമൊരു മത്സരം കാണാൻ കഴിഞ്ഞത് ആദ്യമായിട്ടാണെന്നും പരിക്കേറ്റ് കളിക്കളം വിട്ടവർക്ക് തിരികെ മത്സരങ്ങളിലേക്ക് എത്താൻ ഇത്തരം ഫിറ്റ്നസ് ഫുട്ബോൾ ടൂർണമെന്റുകൾ പ്രചോദനമാകുമെന്നും ഉദ്ഘാടകൻ പറഞ്ഞു. 22ഓളം ഫുട്ബോൾ താരങ്ങളാണ് ടൂർണമെന്റിൽ അണിനിരന്നത്. സ്പോർട്സ് ഇഞ്ചുറി സർജറി വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റിയാദിന്റെ നേതൃത്വത്തിൽ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ശേഷമാണ് കളിക്കാരെ ഗ്രൗണ്ടിൽ ഇറക്കിയത്. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കളിക്കാർക്കും ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും ഡോക്ടർ M അബ്ബാസ് വിതരണം ചെയ്തു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം കലാധരൻ MP, മുൻ MG യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരം അബു ഹാരിസ്, മുൻ യൂണിവേഴ്സിറ്റി താരം ശ്രീജിത്ത്, എടത്തല പഞ്ചായത്ത് മെമ്പർ ജാസ്മിൻ, ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് നസീർ, ഡിഫൻഡേഴ്സ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് ഹക്കീം, ഡിഫൻഡേഴ്സ് സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി നവാസ്, ട്രഷറർ മുഹമ്മദ് ഇർഫാൻ എന്നിവരും സന്നിഹിതരായിരുന്നു. ലിഗമെന്റ് ഇഞ്ചുറി വന്നാൽ ഡെഫിനറ്റ്ലി അവർക്ക് തിരിച്ച് കളിയിലേക്ക് പഴയ പെർഫോമൻസോട് കൂടി വരാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു അവയർനെസ് പ്രോഗ്രാമാണ്. മെയിനായിട്ട് പാരൻസിനും ഈ പ്ലേയേഴ്സിനും ഒരു പ്രചോദനമാണിത്. ന്യൂസ് ബ്യൂറോ, ആലുവ. ട്രാൻസ്പെറന്റ്, ലൈറ്റ് വെയിറ്റ്, ന്യൂ ഡിസൈൻ, ട്രഡീഷണൽ ഡിസൈൻ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നോക്കിയെടുക്കാൻ എവിടെയാ സ്ഥലം? വാലറ്റ് ജുവലേഴ്സ്. നീ ആഗ്രഹിക്കുന്നതെല്ലാം ഇവിടെ കിട്ടും. വാലറ്റ് ജുവലേഴ്സ്. ഇനി സ്വർണം വാങ്ങാം ആലുവയിൽ തന്നെ.